Hello everyone, welcome to a new lesson with Maria Slitix. Today we are going to discuss a very famous song titled Wasteland of the Free, written by Iris Dement. And this is included in the second semester AEC English paper for Commerce and Management students under the FY UGP program of University of Calicut. So let's look into the writer and the song. അപ്പോൾ ഐറിസ് ഡിമെൻറ്റ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു റൈറ്റർ അമേരിക്കൻ ഫോക്ക് മ്യൂസിക്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ശൈലിയും ഒരു സിംഗിങ് പാറ്റേണൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു റൈറ്റർ കം സിംഗറാണ്. ഇവർ പാട്ടുകൾ എഴുതുന്നുണ്ട്, അതുപോലെ പാടുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് ഓൾസോ മ്യൂസീഷ്യൻ. അപ്പോൾ ഇവരുടെ ശരിക്കുള്ള പേര് ഐറിസ് ലിവല്ല ഡിമെൻറ്റ് ആണ്. ആൻഡ് ഷീ ഈസ് ബോൺ ഇൻ 1961 ഇൻ Arkansas as the youngest of 14 children in a Pentecostal family. അപ്പോൾ പെന്തക്കോസ്റ്റൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ആണ് ഇവർ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏർലി മ്യൂസിക്കൽ ഇൻഫ്ലുവൻസസ് ഒക്കെ ഗോസ്പൽ മ്യൂസിക്കും അതുപോലെ ചേർച്ച് ഹിംസൊക്കെയാണ്. ദെൻ അറ്റ് ദ ഏജ് ഓഫ് 25 ഷീ സ്റ്റാർട്ട്സ് റൈറ്റിംഗ്. പിന്നെ ഇവരുടെ ഒരു ഡെബ്യൂ ആൽബം, ആദ്യത്തെ ആൽബം എന്ന് പറയുന്നത് ഇൻഫേമസ് ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു ആൽബമാണ്. അത് തന്നെ അവർക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അറ്റൻഷൻ കൊണ്ടുവന്നു ഇൻ 1992. ആൻഡ് ദെൻ 1994 വന്നിട്ടുള്ള ഇവരുടെ മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു ആൽബം, അതും ഫോക്ക് മ്യൂസിക് ആയിട്ടുള്ള ആൽബം, ഗ്രാമി അവാർഡിന് വരെ നോമിനേഷൻ കിട്ടി എന്നുള്ളത് വളരെ നോട്ടഡ് ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണ്. 1996 വന്നിട്ടുള്ളത് വൈ ഐ ഷുഡ്. അവരുടെ ഒരു കരിയറിൽ തന്നെ ഒരു ഷിഫ്റ്റാണ് കാണിക്കുന്നത്. ബിക്കോസ് ഫോക്ക് സിംഗിങ് ആണ്, നാടൻ പാട്ടുകളുടെ ശൈലിയിൽ തനതായ ഒരു രീതിയിലാണ് ഇവരുടെ പാട്ടുകൾ വരുന്നത്. അതിനകത്ത് തന്നെ സോഷ്യൽ കമൻട്രി, അതായത് പൊളിറ്റിക്കലായിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസിനെ കളിയാക്കിയിട്ടും ക്രിട്ടിസൈസ് ചെയ്തിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഈ ഒരു ആൽബത്തിൽ നിന്നാണ് നമ്മുടെ സോങ് എടുത്തിട്ടുള്ളത്. ദെൻ 2004 ലൈഫ് ലൈൻ എന്ന് പറയുന്ന ഒരു ആൽബം വന്നിട്ടുണ്ട്. 2012 സിംഗ് ദ ഡെൽറ്റ. ഇതൊക്കെ ഓരോന്നും തീമാറ്റിക്കലി ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് ട്രാക്ലെസ് വുഡ്സ് എന്ന് പറയുന്ന 2015 ആൽബം ഒരു റഷ്യൻ പോയറ്റിൻ്റെ കൃതികളുടെ ബേസിസിലാണ് എഴുതിയിട്ടുള്ളത്. ഇതുപോലെ ലെറ്റ് ദി മിസ്റ്ററി ബി എന്നുള്ള മറ്റൊരു വളരെ ഫേമസ് ആയിട്ടുള്ള സോങ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു 1000+ ആളുകളെയൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സോങ്ങാണ് ഇത്. ലിറ്റിൽ ബുദ്ധ എന്ന് പറയുന്ന ഒരു ഫിലിമിൽ പിന്നീട് ഇത് അപ്പിയർ ചെയ്യുകയും ചെയ്തു. സോ ഇവരുടെ ഒരു മേജർ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഫോക്ക് സ്റ്റൈലിലുള്ള ഒരു സിംഗർക്ക് ഇത്രയധികം ഫാൻ ഫോളോയിങ് ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ ഗ്രാമി അവാർഡ് നോമിനേഷൻ വരുന്നു. ആൻഡ് ഷി വാസ് കൊളാബറേറ്റിംഗ് വിത്ത് മെനി ഫേമസ് സിംഗേഴ്സ് ഓഫ് ദ ടൈം. ജോൺ പ്രൈൻ, സ്റ്റീവ് ഏൾ തുടങ്ങിയ ഒരുപാട് സിംഗേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഓൺ അമേരിക്കൻ ഫോക്ക് മ്യൂസിക് റിവൈവൽ ഷി ബ്രോട്ട്. ഒരു ഫോക്ക് മ്യൂസിക്കിൻ്റെ ഒരു രീതിയെ റിവൈവ് ചെയ്യുകയും അതിനെ ഇത്രയും പോപ്പുലറൈസ് ചെയ്യുകയും ചെയ്തു. പ്രശസ്തരായ സിംഗേഴ്സിൻ്റെ ഇടയിൽ നാടൻ പാട്ടുകളുടെ രീതിയിൽ അമേരിക്കൻ ഒരു ഇൻഡസ്ട്രിയിലൊരു തനതായ സ്പേസ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഇവരുടെ ഒരു ലെജസി എന്ന് പറയുന്നത്. ദെൻ പേഴ്സണൽ തീംസിൻ്റെ കൂടെ പൊളിറ്റിക്കലും സോഷ്യലുമായിട്ടുള്ള ഇഷ്യൂസിനെ കൂടി ഡിസ്കഷന് കൊണ്ടുവന്നു. ദാറ്റ് ടു ഇൻ എ വെരി ഡിസ്റ്റിങ്ക്റ്റീവ് വോക്കൽ സ്റ്റൈൽ ദാറ്റ് യു ക്യാൻ സീ ഫ്രം ഹെർ ആൽബംസ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സിംഗിങ് ആണ് ഇവരുടെ. അപ്പോൾ സ്വന്തം രീതിയിലൊരു ആർട്ടിസ്റ്റിക് ഇൻഡിപെൻഡൻസ് കൊണ്ടുവരാനും ക്രിയേറ്റീവായിട്ടുള്ള പല പരീക്ഷണങ്ങളും നടത്താനുമൊക്കെ ഇവർക്ക് പറ്റി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. So coming to the song Living in the Wasteland of the Free, this is taken from the album The Way I Should. ഈ ഒരു ആൽബത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇൻ അവർ സിലബസ് ദിസ് അപ്പിയേഴ്സ് ഇൻ ദി മൊഡ്യൂൾ 3. ആർട്ടിക്കുലേഷൻ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ടൈറ്റിലുള്ള മൊഡ്യൂൾ 3യിലാണ് ഇത് അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ഇൻ ദിസ് സോങ് ഷീ അഡ്രസ്സസ് ഇഷ്യൂസ് ലൈക്ക് റിലീജിയസ് ഹിപ്പോക്രസി, കറപ്ഷൻ, മിലിറ്ററിസം, ഗ്യാപ്പ് ബിറ്റ്വീൻ അമേരിക്കൻ ഐഡിയൽസ് ആൻഡ് റിയാലിറ്റി എക്സെട്ര. അപ്പോൾ നമ്മൾ കവിതയിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാം. റിലീജിയസ് ആയിട്ടുള്ള ആളുകളുടെ ഹിപ്പോക്രസിയും ഇരട്ടത്താപ്പ്, അതുപോലെ എക്കണോമിക് ആയിട്ടുള്ള ഇനീക്വാളിറ്റീസ്, അമേരിക്കയുടെ പ്രൊക്ലെയിം ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്നുള്ള ഐഡിയയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് റിയൽ ലൈഫിൽ അവിടെയുള്ളവർക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഈ ഒരു സോങ്ങിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാട്ട് വളരെ റൊമാൻറ്റിക് ആവുന്നതിന് പകരം
സോഷ്യൽ ഇഷ്യൂസിനെ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് ഇത്രയും ഫേമസ് ആക്കിയിട്ടുള്ളത്. സോ ടൈറ്റിൽ തന്നെ നോട്ട് ചെയ്യുമ്പം അറിയാം, ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. അമേരിക്ക ആസ് എ സിമ്പിൾ ഓഫ് ഫ്രീഡം, ഇറ്റ് ഈസ് വൺ ഓഫ് ദി വേൾഡ് പവേഴ്സ്. അങ്ങനെയൊക്കെ ഇരിക്കെ അവിടെ ജീവിക്കുന്നത് ഒരു വേസ്റ്റ് ലാൻഡിലാവുക, തരിശുഭൂമിയിലാവുക, ഒന്നിനും കൊള്ളാത്തൊരിടത്താവുക എന്നുള്ള മീനിങ് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലൊരു കോൺട്രാസ്റ്റാണ് ഇവർ കൊണ്ടുവരുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ പോം. വി ഗോട്ട് preachers dealing in politics and diamond mines, and their speech is growing increasingly unkind. They say they are Christ's disciples, but they don't look like Jesus to me. സോ പ്രീച്ചേഴ്സിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. പ്രീച്ചേഴ്സ് എന്ന് പറയുമ്പം റിലീജിയസ് ആയിട്ടുള്ള സ്പീച്ചസ് നടത്തുന്ന ആളുകൾ, റിലീജിയസ് സ്പീക്കേഴ്സ്. അവർ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസും ആളുകളുടെ പ്രശ്നങ്ങളും ഡിസ്കസ് ചെയ്യുന്നതിന് പകരം അവർ ഡീൽ ചെയ്യുന്നത് പൊളിറ്റിക്സിലാണ്. അവരാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. അതുപോലെ ദേ ഹാവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗോൾഡ് മൈൻസ്. ഗോൾഡ് മൈൻ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇവരുടെ സ്പീച്ച് റാദർ ദാൻ ബിക്കമിങ് കൈൻഡ്, ജീസസിനെയൊക്കെ ഒരു സിംപ്ലിസിറ്റിയുടെയും കൈൻഡ്നെസ്സിൻ്റെയും സിമ്പിളാണ് ജീസസ്. അപ്പോൾ ജീസസിനെ പോലെ കൈൻഡ് ആവുന്നതിന് പകരം അവർ ഇൻക്രീസിംഗ്ലി അൺകൈൻഡ് ആവുകയാണ്, ക്രൂവൽ ആവുകയാണ് അവരുടെ അപ്രോച്ചിലുള്ളത്. ഈവൻ ദോ ദേ സേ ദാറ്റ് ദേ ആർ ക്രൈസ്റ്റ് ഡിസൈപ്പിൾസ്. ഇവർ ക്രൈസ്റ്റിൻ്റെ സ്വന്തം അനുചരന്മാരാണെന്ന് പറയുന്നുണ്ടെങ്കിലും ദേ ഡോണ്ട് ലുക്ക് ലൈക്ക് ജീസസ് അറ്റ് ഓൾ. അവരൊരിക്കലും ജീസസിനെ പോലെ ആകുന്നേയില്ല. സോ ഹിയർ ദി റൈറ്റർ മീൻസ് ദാറ്റ് ഈ 1990s എന്ന് പറയുന്ന ഒരു ടൈംസിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള റിലീജിയസ് ലീഡേഴ്സ് എല്ലാം ഹെവിലി പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അതുപോലെ ബിസിനസ് വെഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത് റിലീജിയസ് ലീഡേഴ്സിനായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ ക്രിസ്ത്യൻ കൊയാലിഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വിച്ച് വാസ് ലെഡ് ബൈ പാറ്റ് റോബർട്ട്സൺ. It had extensive business interests, including controversial diamond mining operations in Liberia. ലൈബീരിയയിൽ ഡയമണ്ട് മൈനിങ് ഓപ്പറേഷൻ നടത്തിയിരുന്നത് ഇവരുടെ ടീമായിരുന്നു, അതും റിലീജിയസ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിരുന്ന ഒരു ഇഷ്യൂ ആണ് അന്ന്. അപ്പോൾ ഷീ ഷോസ് എ ഷാർപ്പ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദോസ് റിലീജിയസ് ലീഡേഴ്സ് ആൻഡ് ജീസസ്. ജീസസ് എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇന്നത്തെ റിലീജിയസ് ക്രിസ്ത്യൻ ലീഡേഴ്സ് എന്താ പറയുക, അവർ പ്രവർത്തിക്കുന്നതും അവർ സ്പ്രെഡ് ചെയ്യുന്നതും. സോ ദേ ആർ ആഫ്റ്റർ വെൽത്ത് ആൻഡ് പവർ. ദേ നീഡ് ജസ്റ്റ് വെൽത്ത്. ദെൻ അൺകൈൻഡ് സ്പീച്ച് എന്നുള്ള ഈ ഒരു വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിലീജിയസ് സ്പീച്ച് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതിനും ഫെയ്ത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും പകരം ആളുകളോട് ക്രൂവലായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. ഇറ്റ് ഷോസ് ദ ഡിറ്റീരിയോറേഷൻ. അതിൻ്റെ ഒരു തരം താഴലാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. സോ ദിസ് റെക്കറിങ് ലൈൻ ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നുള്ളത് ഈ സോങ്ങിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് റിഫ്രെയിൻ പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അമേരിക്കയുടെ സെൽഫ് ഇമേജ് ആസ് ദി ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നുള്ളതും റിയൽ ലൈഫിൽ അവിടെയുള്ള ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റാണ് കാണിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ലൈൻസ്. And it feels like I'm living in the wasteland of the free. We got politicians running races on corporate cash. Now don't tell me they don't turn around and kiss them people's ass. You may call me old-fashioned. സോ അഗൈൻ ഈ ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നുള്ള ലൈന് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ പൊളിറ്റിക്കൽ കറപ്ഷനാണ് അടുത്ത ലൈൻസിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ദിസ് stanza addresses political corruption, specifically the influence of corporate money in politics. കോർപ്പറേറ്റ് ബിസിനസ് ലീഡേഴ്സിൻ്റെ മണി അവരിൽ നിന്ന് സ്വീകരിച്ചിട്ടാണ് ഇവർ പൊളിറ്റിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് ലീഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റാണ് പൊളിറ്റിക്സിൽ അത് ലീഡ് ചെയ്യുന്നത്. സോ ദിസ് ഇൻഫോർമൽ ലാംഗ്വേജ് കിസ് ദം പീപ്പിൾസ് ആസ് എന്നുള്ളത് അവരോടുള്ള ഒരു അവരോടുള്ള ഒരു വെറുപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ലീഡേഴ്സാണ് പൊളിറ്റിക്സിനെ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ ഒരു ഇൻട്രസ്റ്റും പൊളിറ്റീഷ്യൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ അവരെ കളിയാക്കിക്കൊണ്ടാണ് അവർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് കോർപ്പറേറ്റ്സിൻ്റെ പിന്നാലെയാണ് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. യു മേ കോൾ മീ ഓൾഡ് ഫാഷൻഡ്. സോ കമ്പനീസ് കുഡ് effectively buy access to politicians through large donations to their campaigns or parties. This led to finance reform efforts, though they wouldn't pass until 2002. ഈ 1990s വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള റിയൽ ഇഷ്യൂസാണ്, അവിടെ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഇഷ്യൂസാണ് ഈ പൊളിറ്റീഷ്യൻസ് ബിസിനസ്മെനിൽ നിന്നും ലാർജർ എമൗണ്ട് ഓഫ് ഡൊണേഷൻസ് സ്വീകരിച്ചിരുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ടീം അല്ലാതെ മറ്റ് പല റിലീജിയസ് ലീഡേഴ്സും ഇതുപോലെ
പാർട്ടിസൺ പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആയിരുന്നു, അതായത് ആളുകളെ തരം തിരിച്ചിട്ടുള്ള പൊളിറ്റിക്സിൽ, വൈൽ അക്യുമുലേറ്റിംഗ് സിഗ്നിഫിക്കൻറ്റ് വെൽത്ത് ത്രൂ വാരിയസ് ബിസിനസ് വെഞ്ചേഴ്സ്. അപ്പോൾ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും അതുപോലെ റിലീജിയസ് ലീഡേഴ്സ് ആണെങ്കിലും എല്ലാവരും പണത്തിന് പിന്നാലെയാണ് ഓടിക്കൊണ്ടിരുന്നത്. സോ ഈ ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള ട്രഡീഷണൽ റിലീജിയസ് ടീച്ചിങ് ആയിരുന്നു ഹംബിൾ ആവുക, അതുപോലെ സെൽഫ്ലെസ് ആവുക എന്നുള്ളത്. അപ്പോൾ അതൊന്നുമല്ല ഇന്നത്തെ റിലീജിയസ് ലീഡേഴ്സിൻ്റെയും പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെയും ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. So this reflects the broader concerns in the 1990s about the growing influence of money in both religious and political institutions. ഈ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പണത്തിന് പിന്നാലെ പോകുന്ന ആ ഒരു ട്രെൻഡിനെയാണ് ഇവർ ഇവിടെ കുറ്റപ്പെടുത്തുന്നത്. Now coming to the next lines, but that don't fit my picture of a true democracy and it feels like I'm living in the wasteland of the free. Again അതേ ലൈൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും ഒരു ട്രൂ ഡെമോക്രസിയുടെ പിക്ചർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് ഫ്രീ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഫ്രീ അല്ലാത്ത വേസ്റ്റ് ലാൻഡിലാണ്. വി ഗോട്ട് CEOs മാർക്കിംഗ് 200 times the workers' pay, but they will fight like hell against rising the minimum wage. അപ്പോൾ CEOസിനെയാണ് അടുത്തതായിട്ട് ഇവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. കമ്പനീസിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളുകൾ ആ കമ്പനിയിലുള്ള വർക്കേഴ്സിനേക്കാളും 200 times ഇരട്ടിയാണ് സാലറി വാങ്ങിക്കുന്നത്. ബട്ട് ദേ വിൽ നെവർ സപ്പോർട്ട് റൈസിങ് ദി വേജസ്. പക്ഷേ വർക്കേഴ്സ് സാലറി റൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരിക്കലും അവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയില്ല. ആൻഡ് ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് മിസ്റ്റർ, ദേ വിൽ ഷിപ്പ് യുവർ ജോബ് ടു സം തേർഡ് വേൾഡ് കൺട്രീസ് അക്രോസ് ദ സീ ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ എം ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. അപ്പോൾ ഫ്രീഡം പ്രീച്ച് ചെയ്യുന്ന ഈ രാജ്യത്തും ആളുകൾ എങ്ങാണ്ട് വേജസ് കുറവാണ്, സാലറി കുറവാണ് എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ജോലി ഇല്ലാതാവുകയും ഈ ജോബ് മാർക്കറ്റിലുള്ള ജോലികളൊക്കെ മറ്റൊരു രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പൈസക്ക് ആളുകളെ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ ഓപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറയുന്നത്. ഒരു രാജ്യത്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് പുറത്തുള്ളവർക്ക് കൊടുക്കുക. സോ ടു സം തേർഡ് വേൾഡ് കൺട്രീസ് ദ ജോബ് ഇസ് ഓഫേർഡ്. സോ ഇറ്റ് ഓൾസോ ആസ് എ act against freedom. So it feels like I'm living in the wasteland of the free. അപ്പോൾ ഔട്ട്സോഴ്സിങ്ങിനെയാണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. സോ ഔട്ട്സോഴ്സിങ് കണക്ട്സ് ഡൊമസ്റ്റിക് ഇനിക്വാളിറ്റി ടു ഗ്ലോബൽ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ അവിടെ നടക്കുന്നത് അമേരിക്കയിലുള്ള ജോബ് ഇന്ത്യയിലുള്ള ആളുകൾക്ക് കുറഞ്ഞ കാശിന് കൊടുക്കാം എന്നുള്ളത് കൊണ്ട് അവിടെ നടക്കുന്നത് അമേരിക്കയിലുള്ള ആളുകൾക്ക് ആ ജോബ് നഷ്ടപ്പെടുകയും ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇന്ത്യൻ മണി കൊടുത്തിട്ട് കുറഞ്ഞ ക്യാഷിന് ആ ജോലിക്ക് അവർ വെക്കുകയും ചെയ്യുന്നു. സോ ദിസ് ഈസ് എ ഗ്ലോബൽ കൈൻഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ അമേരിക്കൻ ആയിട്ടുള്ള എംപ്ലോയീസും അവിടെ സപ്രസ്ഡ് ആണ്, ഇന്ത്യൻ ആയിട്ടുള്ള എംപ്ലോയീസും എക്സ്പ്ലോയിറ്റഡ് ആണ്. സോ ഇറ്റ്സ് എ ഗ്ലോബൽ എക്സ്പ്ലോയിറ്റേഷൻ. ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ പോം, where the poor have now become the enemy, let's blame our troubles on the weak ones, sounds like some kind of Hitler remedy. ഇതൊരു കോറസ് പോലെ ഗ്രൂപ്പായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് കമ്മിങ് ബാക്ക് അഗൈൻ. where the poor have now become the enemy. അമേരിക്കയിൽ അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ടവരെ സ്കേപ്പ് ഗോട്ട് ചെയ്യുക, അവരെ ഇരകളാക്കുകയും അവർ ഗവൺമെൻറ്റിൻ്റെ ശത്രുക്കളായി മാറുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒരുപാട് പേരെ പാവപ്പെട്ടവരെ ചെറിയ ചെറിയ ക്രൈംസ് അക്യൂസ് ചെയ്തിട്ട് ജയിലിലിടുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിലേക്ക് അടുത്ത ലൈൻസിൽ വരുന്നുണ്ട്. സോ ഇതെല്ലാം ലെറ്റ്സ് ബ്ലെയിം അവർ ട്രബിൾസ് ഓൺ ദ വീക്ക് വൺസ്. എല്ലാ കുറ്റങ്ങളുടെയും സോഴ്സായിട്ട് വീക്കായിട്ടുള്ള ആളുകളെ പറയുന്നത് അതൊരു ഹിറ്റ്ലറുടെ റെമഡിയാണ് എന്നാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അന്നത്തെ പൊളിറ്റീഷ്യൻസ് സ്വീകരിച്ചിരുന്ന രീതികളെ ഹിറ്റ്ലർ ചെയ്തിരുന്ന രീതികളുമായിട്ട് കമ്പയർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. സോ ദിസ് പവർഫുൾ കോറസ് ഡ്രോസ് എ ഡിസ്റ്റർബിംഗ് പാരലൽ ബിറ്റ്വീൻ കണ്ടംപററി സ്കേപ്ഗോട്ടിംഗ് ഓഫ് ദ പുവർ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാസിസം. ഇത് ഹിസ്റ്റോറിക്കൽ ഫാസിസത്തിൻ്റെ മറ്റൊരു രൂപമാണ് അമേരിക്കയിൽ ഇന്ന് കാണുന്നത് എന്നാണ് ഇവരിവിടെ തുറന്നു പറയുന്നത്. സോ ദാറ്റ് ഷോസ് ദ ഡേഞ്ചറസ് പൊട്ടൻഷ്യൽ ഓഫ് സച്ച് മെത്തേഡ്സ്. ഇത് എത്ര ഡേഞ്ചറസ് ആയ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് നൗ ഇൻ സ്റ്റാൻസ 5, we got little kids with guns fighting inner city wars. So what do we do
we put little kids behind prison doors and we call ourselves the advanced civilization. That sounds like crap to me and it feels like I'm living in the wasteland of the free. ഈ ഒരു ലൈൻസിൽ ഒന്നുകൂടെ ഡയറക്റ്റ് അറ്റാക്കാണ് ഇവർ നടത്തുന്നത്. സോ ഈ ഒരു സമയത്ത് ഒരുപാട് പാവപ്പെട്ട ആളുകളെ കൂട്ടത്തോടെ ജയിലിലടക്കുക, ഇൻക്രീസിങ് ഇൻകാർസറേഷൻ റേറ്റ്സ് ഇൻ ദ US. ഇൻകാർസറേഷൻ എന്ന് പറയുമ്പോൾ ജയിലിലടക്കുക എന്നാണ്. സോ പെർട്ടിക്കുലർലി അഫക്റ്റിംഗ് യങ് പീപ്പിൾ ഇൻ urban areas. ചെറിയ ചെറിയ പെറ്റി കേസസിൽ പെടുന്ന ആളുകൾ, അൺഎംപ്ലോയ്മെൻറ്റ് കാരണം ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ ക്രൈമിൽ പെടുന്ന ആളുകളെ കൂട്ടത്തോടെ ജയിലിൽ അടക്കുന്ന ഒരു ഫിനോമിനൻ, ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. സോ 1994 ക്രൈം ബിൽ ഹാഡ് passed, expanding the prison system and implementing tough on crime policies that led to more youth incarceration. അപ്പോൾ 1994 വന്നിട്ടുള്ള ക്രൈം ബില്ലിന് അനുസരിച്ച് എല്ലാത്തരം ക്രൈമിനോടും വളരെ ടഫായിട്ടുള്ള സ്റ്റാൻഡാണ് അമേരിക്ക എടുക്കുന്നതെന്ന് പറയുകയും അതിലൂടെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ കൂട്ടത്തോടെ ജയിലിലടക്കുന്ന ഒരു ടെൻഡൻസി വരികയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് വയലൻറ്റ് ക്രൈം നടക്കുന്നതിൻ്റെ റേറ്റ് നോക്കുമ്പോൾ അമേരിക്കയിൽ ക്രൈമിൻ്റെ എണ്ണം കുറവായിരുന്നു. എന്നാലും പെറ്റി ക്രൈംസിന്, ചെറിയ ചെറിയ ക്രൈംസിന് കൂട്ടത്തോടെ പാവപ്പെട്ടവരെ ജയിലിലടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു സോങ് എന്ന് പറയുന്നത് വളരെ കോണ്ടെക്സ്റ്റുവലാണ്. അതുതന്നെയായിരുന്നു അതിൻ്റെ പോപ്പുലാരിറ്റിയും. ഷി ഫ്രെയിംസ് ദിസ് ഇൻകാർസറേഷൻ ആസ് എ സിസ്റ്റമിക് ഫെയിലിയർ rather than addressing root causes like poverty, lack of education and opportunity and urban decay in the 1990s. Society chose to respond with mass incarceration. ശരിക്കും അന്ന് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ റിഫ്ലക്ഷനാണ് ഈ ചെറിയ ക്രൈംസ് ഒക്കെ. അതായത് ആളുകൾ പട്ടിണിയിലായിരുന്നു, ദേ ഡിഡ്ന്റ് ഹാവ് എനി എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ 1990s urban സിറ്റുവേഷൻ, സിറ്റിയിലുള്ള താമസം വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ആളുകൾ ഇങ്ങനെയുള്ള ക്രൈംസിലേക്ക് പോയിരുന്നത്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം മാസ് ഇംപ്രിസൺമെൻ്റ് ആയിരുന്നു അവരുടെ രീതി. സോ ദ സോങ് കണക്ട്സ് ദിസ് ടു ദ ബ്രോഡർ തീംസ് അബൌട്ട് സോഷ്യൽ ഇനീക്വാളിറ്റി, സജസ്റ്റിംഗ് ദാറ്റ് കോളിംഗ് ദിസ് എ ഫ്രീ കൺട്രി ഈസ് ഹിപ്പോക്രിറ്റിക്കൽ. അപ്പോൾ ഫ്രീഡം, ദ ലാൻഡ് ഓഫ് ദ ഫ്രീ എന്ന് അമേരിക്കയെ വിളിക്കുന്നത് ഹിപ്പോക്രിറ്റിക്കലാണ്, അത് പൊള്ളത്തരമാണ്. സോ ദാറ്റ് വെൻ സോ മെനി യങ് പീപ്പിൾ എസ്പെഷ്യലി ഫ്രം ദ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് എൻഡ് അപ്പ് ഇംപ്രിസൺഡ്. അപ്പോൾ ഇവർക്ക് സപ്പോർട്ട് കിട്ടുന്നതിന് പകരം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ തടവിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ലിറ്റിൽ കിഡ്സ് ആൻഡ് പ്രിസൺ ഡോസ്. ഏറ്റവും ചെറിയ കുട്ടികളെ ആയിരുന്നു പലപ്പോഴും ഇംപ്രിസൺ ചെയ്തിരുന്നത്. അപ്പോൾ ലിറ്റിൽ കിഡ്സും പ്രിസൺ ഡോസും ഒരിക്കലും ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഈ ഒരു ക്രൈമിൻ്റെ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത്. സോ സിസ്റ്റം തന്നെ ഇവിടെ ക്രൈം നടത്തുന്നു എന്നാണ്. സോ ദ ഐറണിക് റെഫറൻസ് ടു ദ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ആണ് എന്ന് പറയുന്നു. പക്ഷേ അമേരിക്ക ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സെൽഫ് ഇമേജും അമേരിക്കയുടെ ഇമേജും അവിടുത്തെ റിയാലിറ്റിയും തമ്മിലുള്ള ഒരു അന്തരമാണ്, ഒരു ഡിസ്പാരിറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. And now coming to the next lines, we got high school kids running around in Calvin Klein and girls who cannot pass a 6th grade reading test. But if you ask them, they can tell you the name of every crotch on MTV and it feels like I'm living in the wasteland of the free. ഇവിടെ അവരുടെ ഒരു കൾച്ചറൽ ഡിറ്റീരിയോറേഷനാണ്, ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഫോളാണ്, പതനമാണ് കാണിക്കുന്നത്. കാരണം ഹൈസ്കൂൾ കിഡ്സ് അവർ ഇട്ടിരിക്കുന്നത് വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡിസൈനർ ബ്രാൻഡുകളൊക്കെ ആയിരിക്കും. കാൽവിൻ ക്ലെയിൻ തുടങ്ങിയതൊക്കെ, ഗസ് തുടങ്ങിയതൊക്കെ ഡിസൈനർ ബ്രാൻഡ്സാണ്. പക്ഷേ അതേസമയം ഈ കുട്ടികൾ 6th ഗ്രേഡിൽ റീഡിംഗ് ടെസ്റ്റ് പോലും പാസ്സാവാനുള്ള എബിലിറ്റി അവർക്കില്ല. സോ നിങ്ങൾ അവരോട് ചോദിക്കാന്നുണ്ടെങ്കിൽ MTVയിലെ നല്ല സ്റ്റാർസിൻ്റെ പേരുകളും പോപ്പുലർ സിംഗേഴ്സിൻ്റെ പേരുകളും പോപ്പ് സ്റ്റാർസിൻ്റെ പേരുകളും അവർക്കറിയാം. ബട്ട് റിയൽ ആയിട്ടുള്ള ഒരു അക്കാഡമിക് സ്കിൽസൊന്നും അവർക്കാരും കൊടുക്കുന്നില്ല. എഡ്യൂക്കേഷൻ്റെ ഒരു ഡിറ്റീരിയോറേഷനാണ് ഇവിടെ കാണിക്കുന്നത്. സോ ദിസ് വേഴ്സ് ഫിറ്റ്സ് ഇൻ ടു ദ സോങ്സ് ബ്രോഡർ ക്രിട്ടിക് ഓഫ് അമേരിക്കൻ സൊസൈറ്റീസ് പ്രയോറിറ്റീസ്. അമേരിക്കൻ സൊസൈറ്റി അന്ന് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കൺസ്യൂമർ കൾച്ചറിനെയാണ്. ഏത് പാവപ്പെട്ടവനും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാകുന്നു. അതേസമയം എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് സൂപ്പർസീഡിങ് ബേസിക് എഡ്യൂക്കേഷൻ. ബേസിക് എഡ്യൂക്കേഷൻ്റെ ഒരു നിലവാരം വളരെ താഴ്ന്നു വരികയും എൻ്റർടൈൻമെൻറ്റിലേക്കും മറ്റും ഉള്ള ആക്സസ് കൂടുകയും ചെയ്യുന്നു. സോ ഇത് ഒരു സമൂഹത്തിൻ്റെ തന്നെ കൾച്ചറലായിട്ടുള്ള ഡിഗ്രഡേഷനാണ് കാണിക്കുന്നത്. സോ ഡെമൻ സീസ് ദിസ് ആസ് എ സൈൻ ഓഫ് കൾച്ചറൽ ഡിക്ലൈൻ വെർ യങ് പീപ്പിൾ ആർ ബീങ് ഫെയിൽഡ് ബൈ എഡ്യൂക്കേഷൻ സിസ്റ്റം വൈൽ ബീങ് സക്സസ്ഫുള്ളി മാർക്കറ്റഡ്
ടു ബൈ കോർപ്പറേഷൻസ്. മാർക്കറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് ആണ്. അതേസമയം ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ് ഫെയിലിയർ ആവുന്നു. സോ ദ റെഫറൻസ് ടു MTV ഈസ് പെർട്ടിക്കുലർലി റെലവൻറ്റ് ടു ദ 1990s കോണ്ടെക്സ്റ്റ് വെൻ MTV was at its cultural peak. MTV അതിൻ്റെ പീക്ക് ഫോമിൽ യൂത്തിൻ്റെ ഭയങ്കര ഒരു ട്രെൻഡും ഇൻഫ്ലുവൻസും ആയിട്ട് മാറിയ ഒരു സമയമാണ്. അപ്പോൾ ഡിസൈനർ ബ്രാൻഡിനെയും MTV ഒക്കെ മെൻഷൻ ചെയ്യുന്നത് റിയൽ ലൈഫിൽ ഇവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നുള്ളതിനെ വളരെ ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. ഒരു കൊമേഴ്സ്യലൈസേഷൻ ഓഫ് യൂത്ത് കൾച്ചറാണ് ഇവിടെ കാണിക്കുന്നത്. യൂത്ത് കൾച്ചർ കൊമേഴ്സ്യലൈസ്ഡ് ആണ്, പക്ഷേ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല. സോ ദ ലൈൻ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ ഇസ് കമ്മിങ് അഗൈൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അമേരിക്കയെ ഫ്രീ, ദ നേഷൻ ഓഫ് ദ ഫ്രീ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഫാക്റ്റ് വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. കാരണം ഫണ്ടമെൻ്റലായിട്ടുള്ള ഫ്രീഡംസും റൈറ്റ് ടു എഡ്യൂക്കേഷനും അവിടെ ഹിൻഡേർഡ് ആണ്, അവിടെ പ്രിവെൻറ്റഡ് ആണ്. ആൻഡ് നെക്സ്റ്റ് ലൈൻസ്, വി കിൽ ഫോർ ഓയിൽ. ഇനി പോകുന്നത് അമേരിക്കയുടെ മറ്റു രാജ്യങ്ങളിലുള്ള മിലിറ്ററി ഇൻവേഷൻസ് ആണ്. മറ്റു രാജ്യങ്ങളിലുള്ള റൂൾ ആൻഡ് ഗവൺമെൻറ്റിൽ ഇവർ ഇടപെടുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. വി കിൽ ഫോർ ഓയിൽ, ദെൻ വി ത്രോ എ പാർട്ടി വെൻ വി വിൻ. സം ഗൈ റിഫ്യൂസസ് ടു ഫൈറ്റ് ആൻഡ് വി കോൾ ദാറ്റ് ദ സിൻ. But he's standing up for what he believes in, and that seems petty, damned American to me. Pretty damned American to me, and it feels like I'm living in the wasteland of the free, living in the wasteland of the free. Now, this stanza is directly addressing American militarism and the moral complexity of excusing one's crimes with false reasons. ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അമേരിക്ക മറ്റുള്ള നാടുകളിൽ മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തുന്നതിനെ കുറിച്ചാണ്. അനാവശ്യമായിട്ട് മറ്റുള്ള നാടുകളിലെ പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആവുകയും അവിടെയുള്ള എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ ഓയിൽ ഡെപ്പോസിറ്റ്സ് ഉള്ള നാടുകളിൽ അമേരിക്കയുടെ പൊളിറ്റിക്കലായിട്ടുള്ള മിലിറ്ററി ഇൻവോൾവ്മെൻറ്റ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഒരുപാട് നാടുകളിൽ, ഇറാഖ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നാടുകളിൽ അമേരിക്ക ഓയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഓയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആർമമെൻറ്റ്സ് വിൽക്കുകയും യുദ്ധ ഉപകരണങ്ങൾ വിൽക്കുകയും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് ജയിച്ചാൽ അവരവിടെ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അതേസമയം ഇവിടെ നാടുകൾ, എസ്പെഷ്യലി വിയറ്റ്നാം വാറിൻ്റെയൊക്കെ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ വിയറ്റ്നാമിൽ അമേരിക്ക ഇടപെടുന്നതിനെതിരെ നിൽക്കുകയും അങ്ങനെ അവരുടെ ഒരു മനസാക്ഷി അതിനെതിരെ നിൽക്കുന്നത് കൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതിനെയാണ് കോൺസൈൻഷ്യസ് ഒബ്ജെക്ഷൻ എന്ന് പറയുന്നത്. മനസാക്ഷിക്കനുസരിച്ച് ചില കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനോട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക. ഗവൺമെൻറ് നിങ്ങൾ യുദ്ധത്തിന് പോകുമെന്ന് പറയുമ്പോൾ യുദ്ധത്തിന് പോവാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനം എടുത്ത യൂത്തിനെ കുറ്റം പറയുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ്. യു ഹാവ് ഫ്രീഡം എന്ന് പറയുന്നു, എന്നാൽ ഇവർ വിശ്വസിക്കാത്തൊരു കാര്യത്തിന് വേണ്ടി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തരം ഡാംഡ് അമേരിക്കൻ ഫ്രീഡമാണ്. ദർ ഇസ് നോ റിയൽ ഫ്രീഡം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഗൾഫ് വാറിൻ്റെ കോണ്ടെക്സ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്. ഗൾഫ് വാറിനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യാണ്. അമേരിക്കൻ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഗൾഫ് വാർ ഇസ് ക്രിട്ടിസൈസ്ഡ് ഹിയർ. So the song raises questions about what should be considered truly American, whether it's military action for resources of oil or standing up for one's moral belief. അപ്പോൾ എന്താണ് ഈ ഫ്രീഡം എന്നുള്ളത് ഇവിടെ ശരിക്കുള്ള ക്വസ്റ്റ്യൻ ആവുന്നു. മറ്റൊരു നാടിൻ്റെ ഫ്രീഡത്തിൽ പോയിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് ഫ്രീഡമാണെന്ന് പറയുന്നു. അതേസമയം സ്വന്തം നാട്ടിൽ അവരുടെ മനസാക്ഷിക്ക് നിലക്കാത്തൊരു കാര്യത്തിന് നിന്നു കൊടുക്കാത്തത്, അതിനുള്ള ഫ്രീഡം ഇല്ല. സോ ദീസ് ടു ആർ കോൺട്രാസ്റ്റഡ്. So Dimon turns the concept of American values on its own head by suggesting that resistance to war is more truly American than participating in it. അപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ള ഫ്രീഡമാണ് ശരിക്കുള്ള അമേരിക്കൻ സ്പിരിറ്റ്. വൈ ഷുഡ് അമേരിക്ക ഗെറ്റ് ഇൻവോൾവ് ഇൻ അതർ കൺട്രീസ്? മറ്റുള്ള രാജ്യങ്ങളിൽ പോയി നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്തിനാ അവിടെ കൊണ്ടുപോയി കൊന്നു കളയുന്നു? കാരണം ഒരുപാട് അമേരിക്കൻ സോൾജിയേഴ്സ് മറ്റുള്ള നാടുകളിൽ യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. സോ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ റിഫ്രെയിൻ സജസ്റ്റ് ഐറണി. അതുകൊണ്ട് തന്നെ ഈ ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നുള്ളൊരു ലൈന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് വളരെ ഐറോണിക്കലാണ്. അതിലൊരു കളിയാക്കലും പൊളിറ്റിക്കൽ കമൻട്രിയും ഒക്കെയാണ് വരുന്നത്. സോ വെദർ എ സൊസൈറ്റി ദാറ്റ് സെലിബ്രേറ്റ്സ് വാർ വൈൽ പണിഷിംഗ് മോറൽ ഒബ്ജെക്ഷൻ ഇസ് ട്രൂലി അപ്ഹോൾഡിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്രീഡം. അപ്പോൾ യുദ്ധത്തിനെ ഇങ്ങനെ അപ്ഹോൾഡ് ചെയ്യുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എന്താ പറയുക, ഫ്രീഡത്തിൻ്റെ പ്രിൻസിപ്പിൾസ് വീണ്ടും വി ആർ ദ സ്പീക്കേഴ്സ്, വി ആർ ദി പേഴ്സൺസ് ഹു അപ്ഹോൾഡ് ഫ്രീഡം ഇൻ ദിസ് വേൾഡ് എന്ന് പറയുന്നത് വളരെ ഐറോണിക്കലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറുന്നു.
And coming to the final stanzas, where the poor have now become the enemy, let's blame our troubles on the weak ones. Sounds like some kind of Hitler remedy. The chorus in the repetition ആണ് again. So living in the wasteland of the free. അപ്പോൾ ഒരു വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീയിൽ ഒരു ഹിറ്റ്ലർ റെമഡിയാണ് ഇവിടെ ഇന്ന് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് പാവപ്പെട്ടവരുടെ വീക്ക്നെസ്സിനെയാണ് സിസ്റ്റം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഒരു സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ദേ ആർ ഇംപ്രിസണിങ് ദി പുവർ വൺസ്. ഇൻ നാസി ജർമ്മനി ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് യൂത്ത് പ്രോഗ്രാംസ് വർ യൂസ്ഡ് ആസ് ടൂൾസ് ഓഫ് ഇൻഡോക്ട്രിനേഷൻ ആൻഡ് കൺട്രോൾ. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഹിറ്റ്ലർ റെമഡി വരുന്നത്. അതായത് നാസി ജർമ്മനിയിൽ അവിടുത്തെ യൂത്തിനെയും ഇതുപോലെ ഗവൺമെൻറ് കമ്പൽ ചെയ്തിട്ടുണ്ടായിരുന്നു യുദ്ധത്തിൽ പോകാൻ വേണ്ടിയിട്ട്. സോ ദി ടൂൾസ് ഓഫ് ഇൻഡോക്ട്രിനേഷൻ ആൻഡ് കൺട്രോൾ വാസ് ലാർജ്. ദ ഗോൾ വാസ് ടോട്ടൽ കൺട്രോൾ ഓവർ യങ് minds and bodies, replacing family and individual identity with loyalty to the Nazi state and its ideology. പാഠപുസ്തകങ്ങളിൽ പോലും നാസി ഐഡിയോളജി കുത്തി നിറയ്ക്കുകയും അത് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് കമ്പൽഡ് ആവുകയും ചെയ്യുന്നു. അത് പഠിപ്പിക്കാത്ത ടീച്ചേഴ്സ്, അതിനെതിരെ നിൽക്കുന്ന ടീച്ചേഴ്സ്, ദേ വിൽ ബി കിൽഡ്. അപ്പോൾ ഇതുപോലെയുള്ള ഈവൻ സയൻസ് സബ്ജക്ട്സ് ഒക്കെ മാറ്റിമറിച്ചിട്ട് അതിനകത്ത് നാസി ഐഡിയോളജി, ആര്യൻ ഐഡിയോളജി വെക്കുകയും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു പ്രൊപ്പഗാൻഡിസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് പഠിപ്പിക്കാൻ ഈവൻ സ്കൂൾസ് വെർ കമ്പൽഡ്. അപ്പോൾ ടോട്ടാലിറ്റേറിയൻ ആയിട്ടുള്ളൊരു സിസ്റ്റമായിരുന്നു. ഇറ്റ് വാസ് ഇൻഡോക്ട്രിനേഷൻ. അവരുടെ ഐഡിയ കുട്ടികളിൽ കുത്തിവെക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ രീതി. അപ്പോൾ അത് യൂത്തിൻ്റെ മൈൻഡും ബോഡിയും മൊത്തം ഒരു ഗവൺമെൻറ്റിൻ്റെ ഐഡിയോളജിക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ വാർത്തെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു രീതി തന്നെ ഇതൊക്കെ ഒരു ഹിറ്റ്ലറിൻ്റെ അടിച്ചമർത്തൽ പോലെയുള്ള അതോറിറ്റേറിയൻ ആയിട്ടുള്ള ടെക്നീക്സാണ്. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അമേരിക്ക ഈസ് ജസ്റ്റ് ലൈക്ക് വാട്ട് ഹിറ്റ്ലർ വാസ് ഡൂയിങ് ഇൻ ജർമ്മനി എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സോ ദ ഹിറ്റ്ലർ റെമഡി അപ്പിയേഴ്സ് ടു ബി റെഫറിങ് ടു ദ അതോറിറ്റേറിയൻ ടാക്ടിക്സ് ഓഫ് കൺട്രോൾ, സർവെയിലൻസ് ആൻഡ് പണിഷ്മെൻറ്റ്. അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ സർവെയിലൻസും പണിഷ്മെൻറ്റ് രീതിയും ഒക്കെ, കോർപ്പറൽ പണിഷ്മെൻറ്റ്, ഇംപ്രിസൺമെൻറ്റ്, അതെല്ലാം അമേരിക്കയിലും ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഹിറ്റ്ലറിയൻ ആണ് എന്ന് മാത്രം സമ്മതിക്കുന്നില്ല. ഇതെല്ലാം ഫ്രീഡത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ് അമേരിക്ക ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. So she's drawing a deliberate parallel between these policies and totalitarian control methods. വളരെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള കൺട്രോൾ മെത്തേഡ്സും ഇവിടെ ഇന്ന് നടപ്പിലാക്കപ്പെടുന്ന, അമേരിക്കയിൽ നടപ്പിലാക്കപ്പെടുന്ന പോളിസീസും തമ്മിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് കൊണ്ടുവരുന്നത്. ആൻഡ് സജസ്റ്റിംഗ് ദാറ്റ് റദർ ദാൻ ഹെൽപ്പിംഗ് ഓർ എഡ്യൂക്കേറ്റിംഗ് യങ് പീപ്പിൾ, സൊസൈറ്റി ഈസ് ചൂസിങ് ടു കൺട്രോൾ ആൻഡ് പണിഷ് ദം ത്രൂ ഫോഴ്സ്. അപ്പോൾ യൂത്തിനെ ജോലി കൊടുത്തിട്ടും എഡ്യൂക്കേഷൻ കൊടുത്തിട്ടും സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കൺട്രോൾ ചെയ്യുകയും ജയിലടക്കുകയും പണിഷ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു ഫ്രീഡത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്നാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദ പവർഫുൾ ഇമേജ് ഓഫ്, ഇനി അടുത്ത ലൈൻസിൽ നമുക്ക് കാണാം, വൈൽ വി സിറ്റ് ഗ്ലോട്ടിങ് ഇൻ അവർ ഗ്രേറ്റ്നെസ്, ജസ്റ്റിസ് ഇസ് സിങ്കിങ് ടു ദ ബോട്ടം ഓഫ് ദ സീ. നമ്മൾ നമ്മുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞിട്ട് ബോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നീതി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് സിങ്കിങ് ടു ദ ബോട്ടം ഓഫ് ദ സീ. അത് കടലിനടിയിലേക്ക് ഇങ്ങനെ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈവൻ ദോ അമേരിക്ക ഈസ് പ്രീച്ചിങ് ഫ്രീഡം, ദർ ഇസ് നോ ജസ്റ്റിസ്. അവിടെ നടക്കുന്നതെല്ലാം ഇനീക്വാളിറ്റിയാണ് എന്നുള്ള ഒരു മെസ്സേജാണ് ഇവർ പറയുന്നത്. എഗൈൻ ദിസ് ലൈൻ ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ, അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ പാടുന്നത് കേൾക്കുന്നത്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നുള്ള ലൈന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് തന്നെ ഈ ഒരു ഹോൾ ഐഡിയ വളരെ കൃത്യമായിട്ട് ആളുകളിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. സോ ലെറ്റ്സ് റിവ്യൂ ദ തീംസ്. ഇതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് എന്ന് പറയുന്നത് ഈ സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ക്രിട്ടിക്ക് തന്നെയാണ്, ക്രിറ്റിസിസം തന്നെയാണ്. സോ ദ സോങ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ ഷാർപ്പ് ക്രിറ്റിസിസം ഓഫ് അമേരിക്കൻ സൊസൈറ്റി എക്സ്പോസിങ് സിസ്റ്റമിക് ഹിപ്പോക്രസി ആൻഡ് മോറൽ ഡീക്കെ. ഗവൺമെൻറ്റിൻ്റെ തന്നെ സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു ഹിപ്പോക്രസിയും പൊള്ളത്തരവും മോറലായിട്ടുള്ള ഒരു അധപ്പതനവുമാണ്, ഡീക്കെയുമാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഡിമെൻഡ് സിസ്റ്റമാറ്റിക്കലി ഡീകൺസ്ട്രക്റ്റിംഗ് വാരിയസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിവീലിംഗ് their fundamental contradictions. പല സൊസൈറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഉള്ളുകള്ളികളെ, അതിൻ്റെ അകത്തുള്ള എന്താ പറയുക, പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും എന്നുള്ള രീതികളെയാണ് ഇവർ പൊളിച്ച് കൊണ്ടുവന്ന് കാണിക്കുന്നത്. ആൻഡ് ഷി ക്രിട്ടിക്സ്, ആദ്യം ക്രിട്ടിസൈസ് ചെയ്തത് റിലീജിയസ് ലീഡേഴ്സിനെയാണ്. പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസിൽ ഇൻവോൾവ് ആയിട്ടുള്ള റിലീജിയസ് ലീഡേഴ്സിനെയാണ് ആദ്യം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പിന്നീട് പൊളിറ്റീഷ്യൻസ്, കോർപ്പറേറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇൻട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് ഹു ആർ മോർ ഇൻട്രസ്റ്റഡ് ടു സപ്പോർട്ട് കോർപ്പറേറ്റ്
interest, and a capitalist system that prioritizes profit over human dignity. ഈ 3 കാര്യങ്ങളുമാണ് മനുഷ്യരുടെ അവിടെയുള്ള കുട്ടികളെ കൺസ്യൂമറായിട്ട് മാറ്റുകയും അവർക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ള ഒരു സാധനത്തിന് കൺസ്യൂമറായിട്ടുള്ള ഒരു രീതിയെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനെങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതേസമയം അവർക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാത്തത് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഈ തേർഡ് പോയിന്റിൽ പറയുന്ന 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ സ്റ്റാൻസാസിൽ വന്നിട്ടുള്ളത്. Religious leaders who are engaging in politics, then politicians who are supporting corporate people, then capitalist system which prioritizes profit over human dignity. മനുഷ്യരുടെ ഡിഗ്നിറ്റിയേക്കാളും പ്രോഫിറ്റും ധനവും സമ്പത്തും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം. ഇത് 3 ആദ്യത്തെ ഭാഗത്ത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത്. സോ ഇലക്ഷൻ ക്യാമ്പയിനേഴ്സ് ക്യാഷ് എന്താ പറയുക പൊളിറ്റീഷ്യൻസിന് കൊടുക്കുന്നത് വളരെ ജെനുവിനായിട്ട് റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ എ സെൻട്രൽ തീം ഇസ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, പർട്ടിക്കുലർലി ഹൈലൈറ്റഡ് ബൈ ദ വേഴ്സ് അബൌട്ട് CEOs. പിന്നെ അടുത്ത് വരുന്ന ലൈൻസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം, CEOs 200-ലധികം മീൻസ് 200 times more than the workers they are earning money, എന്നാലും അവർ സപ്പോർട്ട് ചെയ്യാത്തൊരു സിറ്റുവേഷൻ. ദെൻ അടുത്ത് വരുന്നത് ദ സോങ് എക്സ്പോസസ് ദ റൂത്ത്ലെസ് നേച്ചർ ഓഫ് കോർപ്പറേറ്റ് ക്യാപിറ്റലിസം. കോർപ്പറേറ്റ് ക്യാപിറ്റലിസം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കമ്പനീസിൻ്റെ ജോബൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനാണ്. സ്വന്തം നാട്ടിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാതെ പുറം നാടുകളിലേക്ക് കുറഞ്ഞ ക്യാഷിന് ജോലിക്ക് ആളെ കിട്ടുന്നിടത്ത് നിന്ന് ആളെ എടുക്കുന്നതിനാണ് ഔട്ട്സോഴ്സിങ് നമ്മൾ പറഞ്ഞു. സോ ഇത് ഒരു കോർപ്പറേറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ വർക്കിംഗ് ക്ലാസ് വെൽഫെയറിന്, ആ നാട്ടിലുള്ള ജോലിയില്ലാത്ത ആളുകളുടെ വെൽഫെയറിനെ കുറിച്ച് സിസ്റ്റം കൺസേൺഡ് അല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. സോ ദിസ് എക്കണോമിക് ക്രിട്ടിക് സജസ്റ്റ് എ സീരിയസ് സിസ്റ്റമിക് ഇനിക്വാളിറ്റി that undermines the democratic ideals of fairness and opportunity. നാട്ടിലുള്ള ആളുകൾക്ക് ഫെയർ ആയിട്ടുള്ള ചാൻസ് കൊടുക്കുക എന്നുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ള ഒരു സിസ്റ്റം ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ എന്താ പറയുക ഡിസ്റപ്റ്റഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. സോ ദർ ഇസ് എ സിസ്റ്റമാറ്റിക് ഇനീക്വാളിറ്റി. സിസ്റ്റം തന്നെ ഇനീക്വാളിറ്റിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. സോ ദ റെപ്പിറ്റീഷൻ ഓഫ് ദ ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എംഫസൈസസ് ദ സോങ് സെൻട്രൽ മെസ്സേജ് അബൌട്ട് ദ ഹോളോനെസ് ഓഫ് അമേരിക്കൻ ക്ലെയിംസ് ടു ഫ്രീഡം. അപ്പോൾ അമേരിക്ക ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോക മീഡിയയിൽ മൊത്തം വേൾഡ് മീഡിയ ത്രൂ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അമേരിക്ക ഈസ് ദ ലാൻഡ് ഓഫ് ദ ഫ്രീഡം എന്ന് പറയുന്ന ഈ ഒരു ഐഡിയലിൻ്റെ പൊള്ളത്തരമാണ് ഇവരിവിടെ കൊണ്ടുവരുന്നത്. ആൻഡ് ഷീ ബ്രിങ്സ് അപ്പ് ദിസ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഐഡിയലിസ്റ്റിക് ക്ലെയിംസ് ആൻഡ് ഹാർഷ് റിയാലിറ്റീസ്. ആൻഡ് ഈ ഒരു ലെസൻ്റെ പ്രാക്ടിക്കൽ ഭാഗത്ത് വരുന്ന ഡിസ്കഷൻസിൽ എങ്ങനെയാണ് വെൽത്ത് ഗ്യാപ്പ് ഒരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ തീംസ് ഓഫ് വെൽത്ത് ഗ്യാപ്പ് ആൻഡ് ഡിസ്പാരിറ്റി പ്രസൻറ്റഡ് ഇൻ ദ സോങ് ആൻഡ് ദ കമ്പാരിസൺ ഓഫ് സൊസൈറ്റൽ പ്രോബ്ലംസ് പ്രിവാലൻ്റ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വിത്ത് ദോസ് ഓഫ് ദ തേർഡ് വേൾഡ്. അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അമേരിക്ക എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസ് ഫസ്റ്റ് വേൾഡ് ആയിട്ടും ഈ ഈസ്റ്റേൺ കൺട്രീസ് പലതും തേർഡ് വേൾഡ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് വേൾഡിലുള്ള ഒരു സൊസൈറ്റൽ ഇഷ്യൂ ആണ് ഇത് അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യത്ത് റിയൽ ലൈഫിൽ നടക്കുന്നത്. സോ അവിടെയുള്ള ഇഷ്യൂസ് എങ്ങനെ തേർഡ് വേൾഡ് കൺട്രീസിൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്തുള്ള ഇഷ്യൂസുമായിട്ട് കമ്പയർ ചെയ്താൽ എങ്ങനെ ഇരിക്കും തുടങ്ങിയതൊക്കെയാണ് ഈ ഒരു പ്രാക്ടിക്കം ഭാഗത്ത് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ദ സോങ് ഇസ് ഓൾ അബൌട്ട് ദിസ് മാർജിനലൈസേഷൻ ഓഫ് ദി പുവർ പീപ്പിൾ ആൻഡ് ദ വെൽത്ത് ഗ്യാപ്പ്. ഒരു സമൂഹത്തിലുള്ള അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകളിലും ലോവർ ക്ലാസ് ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള വെൽത്ത് ഗ്യാപ്പ് വളരെ വലുതാണ്. ഒരു ഭാഗത്ത് വളരെ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന വളരെ വെൽ ഓഫ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പും മറ്റൊരു ഭാഗത്ത് ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ ഒരു ഗ്രൂപ്പും ഈ ഒരു വെൽത്ത് ഗ്യാപ്പിനെയാണ് ഇവിടെ ഒന്ന് കൊണ്ടുവരുന്നത്. സോ ഡിമെൻഡ് പവർഫുള്ളി അഡ്രസ്സസ് സൊസൈറ്റൽ നെഗ്ലെക്റ്റ് ഓഫ് ദ വൾണറബിൾ പോപ്പുലേഷൻസ്. എല്ലാ പ്രോബ്ലംസും സഹിക്കുന്ന വൾണറബിൾ ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ്റെ പ്രോബ്ലംസാണ് ഇവിടെ സൊസൈറ്റി കംപ്ലീറ്റ്ലി നെഗ്ലെക്റ്റ് ചെയ്യുന്നത്, അവഗണിക്കുന്നത്. സോ ഷീ കണ്ടംസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇന്നർ സിറ്റി യൂത്ത്. ഒരു സിറ്റിയുടെ ഉൾഭാഗത്തുള്ള യൂത്തിൻ്റെ റിയൽ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാത്തതിനെയാണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. സോ ഷീ ഈസ് പോയിൻറ്റിംഗ് ഔട്ട് ദ ക്രൂവൽ ഐറണി ഓഫ് ഇംപ്രിസണിങ് ചിൽഡ്രൻ ഇൻസ്റ്റെഡ് ഓഫ് അഡ്രസ്സിങ് ദ റൂട്ട് കോസസ് ഓഫ് സോഷ്യൽ പ്രോബ്ലംസ്. എഗെയിൻ ആസ് വി സെഡ് ഏർലിയർ, ഇതിൻ്റെ ഒരു റീക്യാപിറ്റുലേഷനാണ്. വീണ്ടും ആ ഒരു തീം വൈസ് നമ്മളൊന്നുകൂടെ പറയുകയാണ്. അതായത് റിയൽ സോഷ്യൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം കുട്ടികളെയും യൂത്തിനെയും ഇംപ്രിസൺ ചെയ്യുന്നു.
ഇതിൻ്റെ ഒരു പൊള്ളത്തരമാണ് കാണിക്കുന്നത്. ആൻഡ് ദ ലിറിക്സ് സജസ്റ്റ് എ പണിഷ്മെൻറ്റ് സിസ്റ്റം ദാറ്റ് ക്രിമിനലൈസസ് പോവർട്ടി ആൻഡ് മാർജിനലൈസസ് ദ വീക്ക്. അതുകൊണ്ടാണ് പാവപ്പെട്ടവരുടെ മേലെ എല്ലാ പ്രോബ്ലവും, ഒരു സൊസൈറ്റിയുടെ എല്ലാ ഇൽസിനും കാരണക്കാർ പാവപ്പെട്ടവരാണ് എന്ന് വരുത്തുമ്പോൾ ദ സിസ്റ്റം ഈസ് നോട്ട് അഡ്രസ്സിങ് ദ പോവർട്ടി, they are marginalizing the weak. And they are drawing ഇതിൻ്റെ ഒരു പാരലായിട്ട് she is drawing a parallel with totalitarian ideologies by referencing Hitler remedy of scapegoating. അപ്പോൾ ഹിറ്റ്ലറിൻ്റെ രീതികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആയിട്ട് മാറുന്നു. സോ ദ സോങ് ഓൾസോ ക്രിട്ടിക്സ് കൾച്ചറൽ ഡിഗ്രഡേഷൻ പെർട്ടിക്കുലർലി അമംഗ് യൂത്തിൻ്റെ ഇടയിലുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഡീഗ്രഡേഷനെ കൂടി ഈ സോങ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്, ബട്ട് ദേ ഡോണ്ട് ഹാവ് ഈവൻ ദ എബിലിറ്റി ടു പാസ് ദിയർ 6th grade എന്ന് പറയുന്നത്. സോ ബൈ ഹൈലൈറ്റിംഗ് ദ ടീനേജേഴ്സ് ഹു ആർ മോർ ഫെമിലിയർ വിത്ത് പോപ്പ് കൾച്ചർ ആൻഡ് ബ്രാൻഡ് നെയിംസ് ആൻഡ് ബേസിക് എഡ്യൂക്കേഷണൽ സ്കിൽസ്, ഡെമൻ സജസ്റ്റ് എ സൊസൈറ്റി ദാറ്റ് വാല്യൂസ് സൂപ്പർഫിഷ്യാലിറ്റി ഓവർ സബ്സ്റ്റാൻറ്റീവ് ലേണിംഗ്. സൂപ്പർഫിഷ്യലായിട്ട് ഭയങ്കര പോഷായിട്ടുള്ള കൾച്ചറിനെ ഇവരിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള ലേണിങ്ങും എഡ്യൂക്കേഷനും നടക്കുന്നില്ല. ദോ ദിസ് റെപ്രസെൻറ്റ്സ് എ ബ്രോഡർ കമൻട്രി ഓൺ ദ എറോഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇതിലൂടെ നമ്മൾ കാണുന്നത് ഒരു എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ഫോളും ഡീക്കേയുമാണ്, അതേപോലെ കൾച്ചറിൻ്റെയും ഒരു ഡീക്കേ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് മീനിങ് ആയിട്ടുള്ളൊരു കൾച്ചറൽ എൻഗേജ്മെൻറ്റ് ഉണ്ടാവുന്നില്ല എന്ന് പറയാം. ഒരു കൾച്ചറിൽ നമ്മൾ കാണേണ്ടത് അവിടുത്തെ റിയൽ സിറ്റുവേഷനെ റിഫ്ലക്റ്റ് ചെയ്യണം. പക്ഷേ പോപ്പ് സ്റ്റാർസും MTV ഒക്കെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഇമേജ് അമേരിക്കയുടെ മറ്റൊരു മുഖമാണ്. സോ ത്രൂ ഔട്ട് ദ സോങ് ഡിമൻ ചലഞ്ചസ് ദ നോഷൻ ഓഫ് അമേരിക്കൻ എക്സെപ്ഷണലിസം. അമേരിക്കക്ക് മാത്രമായിട്ട് സ്വന്തമായിട്ട് കുറേ റൂൾസ് എന്ന് വരുന്ന ഒരു എക്സെപ്ഷണലിസത്തിനെയും കൂടിയാണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് അമേരിക്കൻ എക്സെപ്ഷണലിസം എന്ന് പറയുമ്പോൾ അമേരിക്കക്ക് മാത്രമായിട്ട് റൂൾസ്, പക്ഷേ അമേരിക്ക തന്നെ അത് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്നത് അമേരിക്കയുടെ മിലിറ്ററി ഇൻവെൻഷൻസ് ആണ്. മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഇവിടെ ഭയങ്കര ഫ്രീഡം പ്രീച്ച് ചെയ്യുകയും അവിടുത്തെ ഗവൺമെൻറ്റിലും മറ്റും ഇൻവോൾവ് ചെയ്തിട്ട് അവിടുത്തെ പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ അമേരിക്ക തന്നെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു മിലിറ്ററി രീതിയെയാണ് ഇവിടെ ഈ അമേരിക്കൻ എക്സെപ്ഷണലിസം എന്നുള്ളത് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഷീ ക്വസ്റ്റ്യൻസ് ദ കൺട്രി സെൽഫ് പ്രൊക്ലെയിംഡ് മോറൽ സുപ്പീരിയോറിറ്റി. അമേരിക്ക സ്വയം പ്രൊക്ലെയിം ചെയ്യുന്ന, കുട്ടിഘോഷിക്കുന്ന ഒരു മോറൽ സുപ്പീരിയോറിറ്റി ഉണ്ട്. നമ്മളാണ് ലോകത്തെ ഏറ്റവും നന്നായിട്ട് ഫ്രീഡം പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കോൺട്രാഡിക്ഷനാണ് യുദ്ധങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അതേസമയം നാട്ടിൽ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിന് പോകാൻ തയ്യാറല്ലാത്ത യൂത്തിനെ ഹരാസ് ചെയ്യുകയും അവർക്ക് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് നേരിടേണ്ടി വരുന്നു. സോ അവരാണ് ഈ കോൺസൈൻഷ്യസ് ഒബ്ജക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ അമേരിക്കൻ പോളിസീസിന് എഗൻസ്റ്റ് നിൽക്കുന്ന യൂത്തിനെയാണ്. സോ ക്ലെയിമിങ് അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം പെർപ്പച്വേറ്റിംഗ് സിസ്റ്റമിക് ഇൻജസ്റ്റിസസ്. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിവിലൈസേഷനാണ് അമേരിക്ക എന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അതേസമയം ഇൻജസ്റ്റിസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യുന്നതും. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് സ്ലൈഡ്, ദ സോങ്സ് ഇമ്പാക്റ്റ്. അപ്പോൾ ഈ ഒരു സോങ് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ പ്രധാനമാണ്. നമുക്ക് അവരുടെ ഒരു ഫാൻ ഫോളോയിങ് കണ്ടാൽ അത് മനസ്സിലാവും. സോ ഇൻ ഫോക്ക് ട്രഡീഷണൽ അമേരിക്കൻ മ്യൂസിക് ദ വർ പവർഫുൾ സോഷ്യൽ കമൻറ്റേറ്റേഴ്സ്. അപ്പോൾ ഒരു 1930s-ലും 40s-ലൊക്കെ വൂഡി ഗുദറി തുടങ്ങിയിട്ടുള്ള പവർഫുൾ സോഷ്യൽ കമൻറ്റേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഫോക്ക് മ്യൂസിക്കിലൂടെ അമേരിക്കൻ സോഷ്യൽ ഇൽസിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരുപാട് സിംഗേഴ്സ് ഉണ്ടായിരുന്നു. ഈവൻ 1960s-ലും ഉണ്ടായിരുന്നു. റേസിസത്തിനെതിരെ സോങ്ങുകൾ കൊണ്ടുവന്നിരുന്ന ആളുകളുണ്ടായിരുന്നു. വിയറ്റ്നാമിലെ വാറിന് എഗെയിൻസ്റ്റ് ഓക്കെ. അപ്പോൾ വിയറ്റ്നാം വാർ അമേരിക്കൻ യൂത്തിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലൊക്കെ ഒരുപാട് അമേരിക്കൻ ഫോക്ക് സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഫോളോ അപ്പ് ആയിട്ട് പിന്നീട് 1990s-ൽ വരുന്ന ഇവരുടെ ഒരു പിന്മുറക്കാരിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിമെൻറ്റിനെ കാണാൻ പറ്റും. സോ ഡിമെൻറ്റ് ഇസ് ദെയർ ഡിസെൻഡൻറ്റ് ഇൻ ദ 1990s, ഡീലിംഗ് വിത്ത് ദ സോഷ്യൽ പ്രോബ്ലംസ് കൺഫ്രണ്ടിങ് ഓർഡിനറി വർക്കിംഗ് പീപ്പിൾ ഓർ സ്പീക്കിംഗ് ഔട്ട് അഗെയിൻസ്റ്റ് റിലീജിയസ് ഹിപ്പോക്രസി, വാർ, ഗവൺമെൻറ് അറ്റാക്സ് ഓൺ ഡെമോക്രാറ്റിക് റൈറ്റ്സ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയുമുള്ള ഒരു സോഷ്യൽ കമൻട്രി ഒരു ഫോക്ക് സോങ്ങിലൂടെ പോപ്പുലർ സിംഗിങ്ങിലൂടെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഈ ഒരു ഒപ്രഷനെതിരെ സംസാരിച്ചിരുന്ന സിംഗേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ പിന്മുറക്കാരിയായിട്ടാണ് ഡിമെൻറ്റിനെ വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും.
ആൻഡ് വേസ്റ്റ് ലാൻഡ് എന്നുള്ള ഈ ഒരു ടേം, ഈ വേസ്റ്റ് ലാൻഡ് എന്നുള്ള ഈ ഒരു സോങ് തന്നെ ഇറ്റ് ഡിറൈഡ്സ്, അത് ഇകഴ്ത്തി കാണിക്കുന്നു, താഴ്ത്തി കാണിക്കുന്നു ദോസ് ക്ലെയിമിങ് ദ US ടു ബി ആൻ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ. സോ ഗവൺമെൻറ് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, ഞങ്ങൾ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ആണ് എന്നുള്ളൊരു ക്ലെയിമിന് ഒരു ഹിറ്റ്ലർ സൊല്യൂഷൻ മാത്രമാണ് എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യാൻ, തുറന്നു കാണിക്കാൻ ഇവർക്ക് പറ്റി. അപ്പോൾ അതിന് ഒരു ഗവൺമെൻറ്റിനോട്, അമേരിക്കൻ സിസ്റ്റത്തിനോട് ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന യൂത്തിന് മുഴുവനും ഒരു ഹരമായിട്ട് ഈ ഒരു സോങ് മാറിയ ഒരു ഹിസ്റ്ററി ഉണ്ട്. സോ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ സ്റ്റിൽ ഹാസ് എ ട്രമെൻഡസ് എബിലിറ്റി ടു പ്രൊവോക്ക് സീരിയസ് റിഫ്ലെക്ഷൻ ആൻഡ് ഡിസ്കഷൻ അബൌട്ട് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്, നോട്ട് ജസ്റ്റ് ഇൻ അമേരിക്ക ബട്ട് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ ഇന്നും ഈ ഒരു സോങ്ങിന് ഇഷ്യൂസ് ഉള്ള, സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉള്ള ഏത് ഗവൺമെൻറ്റിനെ എതിരെയും കൊണ്ടുവരാവുന്ന ഒരു സീരിയസ് ഡിസ്കഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോങ് ആയിട്ട് ഇന്നും വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ നിലനിൽക്കുന്നു. നിങ്ങൾ യൂട്യൂബിൽ ഈ ഒരു സോങ്ങിൻ്റെ ഒരു ബാക്കിലുള്ള കോമൻറ്റ്സ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അത്. ഷി വാസ് ഫോഴ്സിങ് പീപ്പിൾ ടു കൺഫ്രണ്ട് ദ സോഷ്യൽ ഇൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രോഫിറ്റ് സിസ്റ്റം. ഈ ഒരു ധനമോഹത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളെ കൃത്യമായിട്ട് ആളുകളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. സോ ഷി വാസ് ഫോഴ്സിങ് പീപ്പിൾ ടു സീ വാട്ട് ഇസ് ഹാപ്പനിങ് ആൻഡ് ഷി വാസ് കമ്പലിങ് ദം ടു ക്രിട്ടിക്കലി കോൺട്രാസ്റ്റ് ഗവൺമെൻറ് ആൻഡ് മീഡിയ പ്ലാറ്റിറ്റ്യൂഡ്സ് അബൌട്ട് ഡെമോക്രസി ആൻഡ് ഫ്രീഡം വിത്ത് സോഷ്യൽ റിയാലിറ്റി. ഈ ഗവൺമെൻറ്റും മീഡിയ പ്ലാറ്റ്ഫോംസും ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പുറത്തുള്ള ഒരു മുഖത്തിൻ്റെ ഉള്ളിലുള്ള പൊള്ളത്തരം കൃത്യമായിട്ട് ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ ദ സോങ് ഇസ് പെർട്ടിക്കുലർലി ഇഫക്റ്റീവ് ബിക്കോസ് ഇറ്റ് കണക്ട്സ് ദീസ് വാരിയസ് ഇഷ്യൂസ് ഇൻ ടു കോഹറൻറ്റ് ക്രിട്ടീക്ക് ഓഫ് അമേരിക്കൻ സൊസൈറ്റി. അപ്പോൾ പല ഏരിയാസിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് അമേരിക്കൻ ഒരു ഗവേണിംഗ് സിസ്റ്റത്തിനെതിരെയുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു ക്രിട്ടിക്കാണ് ഈ ഒരു സോങ് എന്ന് പറയാം. അമേരിക്കൻ്റെ ഒരു ഡീപ്പർ മോറൽ പൊളിറ്റിക്കൽ ഫെയിലിയർ ഓഫ് ദ ടൈം, അതാണ് ഇവിടെ ഇവർ കൊണ്ടുവരുന്നത്. സോ ദിസ് 1996 സോങ് റിമെയിൻസ് റിമാർക്കബിളി റെലവൻറ്റ് ടുഡേ. ഇന്നും ഈ ഒരു സോങ്ങിന് കൃത്യമായിട്ടുള്ള റെലവൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇൻകം ഇനീക്വാളിറ്റി, നമ്മുടെ ആളുകളുടെ സാലറിയിലുള്ള, വരുമാനത്തിലുള്ള ഇനീക്വാളിറ്റി, കോർപ്പറേറ്റ് ഇൻഫ്ലുവൻസ് ഇൻ പൊളിറ്റിക്സ്, മിലിറ്ററിസം, then പാവപ്പെട്ടവരെ സ്കേപ്പ് ഗോട്ട് ചെയ്യുന്നു, ഈ ഇഷ്യൂസ് എല്ലാം അന്ന് ഉള്ളതിനേക്കാളും കൂടുതൽ ഇൻറ്റൻസിഫൈഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ദീസ് ഇഷ്യൂസ് ഹാവ് ഓൺലി ഇൻറ്റൻസിഫൈഡ് ഇൻ ദ ഇൻ്റർവീനിങ് ഇയേഴ്സ്. ഇപ്പോൾ 1996 വന്നിട്ടുള്ള സോങ് ആണെങ്കിലും ഇന്നും ഈ ഇഷ്യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ദ സോങ് ഇസ് സ്റ്റിൽ റെലവൻറ്റ്. ദെൻ ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സ്റ്റൈലിസ്റ്റിക് എലിമെൻറ്റിലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ ഫോക്ക് ട്രഡീഷനാണ്. വളരെ തനതായ ഒരു ഫോക്ക് രീതിയിൽ, ഫോക്ക് ട്രഡീഷനിൽ പ്രൊട്ടസ്റ്റ് മ്യൂസിക്കായിട്ട് വരുന്നതാണ് നമ്മൾ കണ്ടത്. യൂസിങ് ഡയറക്റ്റ് അൺവാർണിഷ്ഡ് ലാംഗ്വേജ് ടു എക്സ്പോസ് സൊസൈറ്റൽ വൂൺസ്. ഇവരുടെ ഇൻ്റർവ്യൂവിൽ ഇവർ പറയുന്നുണ്ട്, ഇങ്ങനെ നേരിട്ട് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ക്രിറ്റിസിസം പറയുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ് അതൊരു പാട്ടിനകത്ത് വരുമ്പോൾ. പക്ഷേ ഷി വാസ് മേക്കിംഗ് പീപ്പിൾ ഡൂ ദാറ്റ്. ആൾക്കാരുടെ മുന്നിലേക്ക് ഈ ഇഷ്യൂസ് കൊണ്ടുവരിക, അതും ഒരു ഫോക്ക് ഫോമിലൂടെ എന്നുള്ളതാണ് അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതി. സോ ദ സോങ് എംപ്ലോയ്സ് എ ട്രഡീഷണൽ കൺട്രി മ്യൂസിക് സ്റ്റൈൽ വിച്ച് ആഡ്സ് പവർ ടു ഇറ്റ്സ് റാഡിക്കൽ മെസ്സേജ്. വളരെ നമ്മളൊരു കോൺവെർസേഷൻ്റെ ആയിട്ടുള്ള ഒരു രീതിയിലാണ്, ഒരു കോൺവെർസേഷൻ എന്നുള്ള ഒരു ടൈപ്പിലാണ് ഈ ഒരു സോങ് വരുന്നത്. അപ്പോൾ വളരെ ഡയറക്റ്റ് പ്ലെയിൻ സ്പോക്കൺ ലാംഗ്വേജിൽ വരുന്ന ഒരു ക്രിറ്റിസിസം ആളുകളിലേക്ക് നേരിട്ട് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കൺട്രി മ്യൂസിക് സ്റ്റൈലിൽ, ട്രഡീഷണൽ മ്യൂസിക് സ്റ്റൈലിൽ പ്ലെയിൻ ആയിട്ടുള്ള ലാംഗ്വേജിൽ ഒരു കോൺവെർസേഷണൽ ടോണിലാണ് ഇത് വന്നിട്ടുള്ളത്. ദെൻ ഇമോഷണൽ അപ്രോച്ച് ആൻഡ് ദ റിപ്പിറ്റേറ്റീവ് സ്ട്രക്ചർ. അപ്പോൾ ഇത് ബീയിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നുള്ളതിൻ്റെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗിങ്, അത് വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇഷ്യൂയുടെ അർജൻസി, ഇത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ യൂത്ത് ഇതിന് എഗൻസ്റ്റ് വരേണ്ട ഒരു ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഏർജൻസി ഈ ഒരു സോങ്ങിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒബ്സർവേഷനാണ്, പക്ഷേ അതൊരു ബ്രോഡർ സോഷ്യൽ കമൻട്രി ആയിട്ട് ഇവർ പ്രസൻറ്റ് ചെയ്തു. സോ ദ യൂസ് ഓഫ് സ്പെസിഫിക് എക്സാമ്പിൾ, CEO, പ്രസൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതെല്ലാം കൃത്യമായിട്ട് ഇവർക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഓരോ ലൈനിനും അതിൻ്റെ പിന്നിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു സോങ്ങിൻ്റെ സ്ട്രെങ്ത്താണ്. ദെൻ ദ വേസ്റ്റ് ലാൻഡ് മെറ്റഫർ.
ഈ വേസ്റ്റ് ലാൻഡ്, തരിശുഭൂമി എന്നുള്ള ഈ ഒരു മെറ്റഫർ ആ ഒരു സിസ്റ്റത്തിൻ്റെ മോറലായിട്ടുള്ള ബാരൻനെസ്സാണ്, ധാർമ്മികമായിട്ടുള്ള ഒരു പതനവും അതിൻ്റെ ഒരു പൊള്ളത്തരവുമാണ് കാണിക്കുന്നത്. സോ ആൻഡ് ജെനുവൻ ഫ്രീഡം ബൈ കോർപ്പറേറ്റ് ആൻഡ് സ്റ്റേറ്റ് പവർ, ഡിസ്ട്രക്ഷൻ ഓഫ് ജെനുവൻ ഫ്രീഡം ബൈ കോർപ്പറേറ്റ് ആൻഡ് സ്റ്റേറ്റ് പവർ. ആൻഡ് ദി റെക്കറിങ് റെഫ്രെയിൻ ക്രിയേറ്റ്സ് എ സൗണ്ട് ഓഫ് മൗണ്ടിങ് എവിഡൻസ്. ഈ സോങ്ങിൻ്റെ ഒരു ക്രെസൻ്റ്, ഒരു അപ്സ് ആൻഡ് ഡൗൺസിലൂടെ നമ്മളിലേക്ക് കൃത്യമായിട്ട് ഈ ഒരു വേസ്റ്റ് ലാൻഡ് ഓഫ് ദി ഫ്രീ എന്നുള്ളൊരു മെസ്സേജ് വരുന്നു. ആൻഡ് ഡിമൻ ക്രിയേറ്റ്സ് എ നുവാൻസ്ഡ് ക്രിട്ടീക്ക് ഓഫ് അമേരിക്കൻ സൊസൈറ്റി ദാറ്റ് ചലഞ്ചസ് ലിസണേഴ്സ് ടു കൺഫ്രണ്ട് അൺകംഫർട്ടബിൾ ട്രൂത്ത്സ് അബൌട്ട് ഇൻഇക്വാളിറ്റി, ഹിപ്പോക്രസി ആൻഡ് എറോഷൻ ഓഫ് ഡെമോക്രാറ്റിക് ഐഡിയൽസ്. സോങ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെയും ട്രൂത്ത്സ് അൺകംഫർട്ടബിൾ ആണ് എപ്പോഴും. അതൊരിക്കലും കേൾക്കാൻ സുഖമുള്ളതല്ല, എന്നാലും ആ സത്യങ്ങളെ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. സോ ദ സോങ് ഇസ് എ സോഷ്യൽ ഡയഗ്നോസിസ് and it remains a timeless reflection on social justice and ongoing struggle to realize the promise of true freedom. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു ഫ്രീഡത്തിൻ്റെ ഒരു പ്രോമിസ് എന്താണ്, വാട്ട് ഇറ്റ് ക്യാൻ ബി എന്നുള്ളൊരു ക്വസ്റ്റ്യന് കൃത്യമായിട്ട് സോഷ്യൽ ഇഷ്യൂസ് കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു സോങ്ങിൻ്റെ പോപ്പുലാരിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ലെസൺ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ.